ഗുഡ് മോർണിംഗ്. സൺഡേ ടെക് ടൈമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രണ്ടാം തവണ T20 വേൾഡ് കപ്പ് ഇന്ത്യയിലോട്ട് വന്നിരിക്കുകയാണ്. രോഹിത് ആൻഡ് ടീം, കപ്പിത്താൻ ആൻഡ് ടീം. ഓക്കെ, കൺഗ്രാജുലേഷൻ ടീം ഇന്ത്യ. നല്ലൊരു കളിയായിരുന്നു കേട്ടോ. ഒരു സീറ്റ് എഡ്ജ് ത്രില്ലർ എക്സ്പീരിയൻസ് ആണ് കളി തന്നത്. തുടക്കത്തിൽ ഇങ്ങനെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ഇങ്ങനെ കൂടാരം കയറി, പിന്നെ ബോളർമാർ അത് പിടിച്ചെടുത്തു. മൊത്തത്തിൽ കൊള്ളായിരുന്നു, നല്ലൊരു കളിയായിരുന്നു. എനിവേ വൺസ് അഗൈൻ കൺഗ്രാജുലേഷൻ ടീം ഇന്ത്യ. എനിവേ നമ്മളുടെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ജിയോ എയർടെൽ രണ്ടുപേരും അവരുടെ പ്ലാനുകളുടെ കോസ്റ്റ് കൂട്ടിയിട്ടുണ്ട്. അതേപോലെ 1-2 പ്ലാനുകൾ എടുത്ത് കളഞ്ഞിട്ടുമുണ്ട്. നിലവിൽ 10 മുതൽ 20% വരെയാണ് പ്രൈസ് ഹൈക്ക് വന്നിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. രണ്ടിലും ജിയോ ആണെങ്കിലും എയർടെൽ ആണെങ്കിലും ഒരേപോലെ തന്നെയാണ് പ്രൈസ് ഹൈക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ഈ ഒരു പ്രൈസ് ഹൈക്ക് നിലവിൽ വരാൻ പോകുന്നത് അടുത്ത മാസം 3-ാം തീയതി, അതായത് ജൂലൈ 3-ാം തീയതി മുതലാണ്. സോ ഇപ്പം നിലവിലുള്ള ഒരു പ്ലാനിൻ്റെ കൂടെ ഒരു റീചാർജും കൂടി ചെയ്യാം. അത് 1 ഇയറോ അല്ലെങ്കിൽ 3 മന്തോ 6 മന്തോ ഏതാണ് ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്ലാനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ പ്രൈസിൽ തന്നെ ഒരു പ്ലാനും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. ആ ഒരു ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. സോ അതാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബാക്കി നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് ചെയ്യാം. നമ്മളുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഗൂഗിൾ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഗൂഗിൾ ജെമിനൈ എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ OnePlus Nord CE4, അതേപോലെ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ, അതേപോലെ നത്തിങ് ഫോൺ 2A എല്ലാ ഫോണുകളിലും ആ ഒരു ആപ്ലിക്കേഷൻ റീപ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ അധികം വൈകാതെ, മിക്കവാറും 2024 അവസാനം അല്ലെങ്കിൽ 2025 കൂടിയിട്ടൊക്കെ തന്നെ ഗൂഗിൾ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റ് തന്നെ ഗൂഗിൾ അവസാനിപ്പിക്കും. പകരം അവിടെ ഈ ഒരു ഗൂഗിൾ ജെമിനൈ കയറി വരും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കി നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു മാറ്റം നിങ്ങളുടെ ഫോണിലും വന്നേക്കാം. യൂറോപ്യൻ യൂണിയനിൽ 2024 മുതൽ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളിലും USB ടൈപ്പ് ചാർജിങ് പോർട്ട് ആയിരിക്കണം. ആ ഒരു യൂണിവേഴ്സൽ ടൈപ്പായിട്ട് USB-C വരണം എന്നുള്ളത് പറഞ്ഞൊരു ലോ പാസ്സാക്കിയിരുന്നു. അങ്ങനെയാണ് നമ്മളുടെ ആപ്പിൾ ഫോണുകളിലൊക്കെ ഈ ഒരു ടൈപ്പ് C ചാർജിങ് പോർട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ 2026 മുതൽ ലാപ്ടോപ്പ് അടക്കം ബാക്കി എല്ലാ ഇലക്ട്രോണിക് ഡിവൈസ് അടക്കം എല്ലാത്തിലും ഇതേ USB ടൈപ്പ് C സ്റ്റാൻഡേർഡ് ആയിട്ട് ആ ഒരു ചാർജിങ് പോർട്ട് സ്റ്റാൻഡേർഡ് ആക്കണം എന്നുള്ളൊരു നിയമം ഇന്ത്യ പാസ്സാക്കാനായിട്ട് പോവുകയാണെന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല തീരുമാനമാണ്. കാരണം ലാപ്ടോപ്പ് അടക്കം മൊബൈൽ അടക്കം എല്ലാത്തിനും യൂണിവേഴ്സൽ ആയിട്ട് ടൈപ്പ് C ചാർജിങ് പോർട്ട് നല്ലൊരു തീരുമാനം തന്നെയാണ്. സാംസങ്ങിന്റെ പ്രീമിയം ഫോൺ സീരീസുകളായ ഫോൾഡ്, ഫ്ലിപ്പ് സീരീസുകളൊക്കെ ഇനി റിലീസ് ആവാനായിട്ട് 10 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. ജൂലൈ 10-ാം തീയതിയാണ് ആ ഒരു ലോഞ്ച് ഇവന്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഇവന്റിൽ നമുക്ക് ഫോൾഡ്, ഫ്ലിപ്പ്, അതേപോലെ വാച്ച്, അൾട്രാ വാച്ച്, ബഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. എനിവേ ഇത് പറയാനല്ല ഞാനിപ്പോൾ വന്നത്. ഇപ്പോൾ ഇന്ത്യൻ വെബ്സൈറ്റിൽ, സാംസങ്ങിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക്, പ്രീ റിസർവ് ചെയ്യുന്നവർക്ക് ഒരു അഡീഷണൽ ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ ഒരു വൗച്ചർ ഓഫർ ഇപ്പോൾ സാംസങ് ഓഫർ ചെയ്യുന്നുണ്ട്. സോ സാംസങ്ങിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽ കാണാനായിട്ട് സാധിക്കും. ഫോൾഡ് ഫോൺ എടുക്കുന്നവർക്ക് ഏകദേശം 7,000 രൂപ, അതേപോലെ വാച്ച് എടുക്കുന്നവർക്ക് 6,500 രൂപ, അത്തരത്തിലൊക്കെ വൗച്ചർ വരുന്നുണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും സാംസങ്ങിന്റെ ഈ ഒരു ഫോൾഡ്, ഫ്ലിപ്പ് അല്ലെങ്കിൽ വാച്ച്, അൾട്ര ഒക്കെ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രീ ബുക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു അഡീഷണൽ വൗച്ചർ അല്ലെങ്കിൽ അഡീഷണൽ ഓഫറും കൂടി മാക്സിമം മുതലാക്കാനായിട്ട് ശ്രമിക്കുക. ഷവോമി റെഡ്മി നോട്ട് 13 പ്രോയുടെ പുതിയൊരു കളർ വേരിയന്റ് ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട്. സ്കാർലറ്റ് റെഡ് എന്ന് പറയുന്നിട്ടുള്ള നല്ലൊരു ഡീപ്പ് റെഡ് കളറിലുള്ള ഒരു ഡിവൈസ് ആണ്. കാണാനൊക്കെ നല്ല രസമായിട്ടുണ്ട്. ആമസോൺ വഴി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് സാധിക്കും. പ്രൈസിലൊന്നും വലിയ കൂടുതലൊന്നും ഇല്ല കേട്ടോ. 25,000 രൂപ, 22 കാർഡ് ഓഫറൊക്കെ കഴിഞ്ഞിട്ട് 22,000 രൂപ അങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രൈസ് നിൽക്കുന്നത്. എനിവേ ഈ ഒരു ഫോണ് 25,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ റിവ്യൂ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു റെഡ്മി നോട്ട് 13 പ്രോന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമന്റിൽ അറിയിക്കുക. അതേപോലെ ഇത്തരത്തിലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് ഇന്ത്യക്കാർക്ക് ലിമിറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ റെഡ് കളർ, വെള്ള കളർ അങ്ങനെയൊക്കെയാണ് നമുക്ക് ലിമിറ്റഡ് എഡിഷൻ കിട്ടുക. എന്നാൽ ചൈനയിലോട്ട് പോകുമ്പോൾ അവിടെ ഷവോമി CV4 പ്രോയുടെ ഒരു ഡിസ്നി പ്രിൻസസ് എഡിഷൻ വന്നിട്ടുണ്ട്. അതിന്റെ UI ആണെങ്കിലും അതിന്റെ ഡിസൈൻ ആണെങ്കിലും ഈവൻ പാക്കേജ് അടക്കം ആ ഒരു ലിമിറ്റഡ് എഡിഷനിലാണ് വരുന്നത്. കംപ്ലീറ്റ് ആ ഒരു ഡിസ്നി പ്രിൻസസ് തീമിലാണ് വരുന്നത്. എനിവേ ഈ ഒരു ഫോൺ ചൈനയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്, ലിമിറ്റഡ് എഡിഷൻ ആണ്.
സോ ചൈനയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുത്തിക്കാനായിട്ട് നിൽക്കണ്ട, കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ വാറണ്ടിയോ ഗ്യാരണ്ടിയോ ഒന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. എന്തായാലും ഷവോമി CV4 പ്രോയുടെ ഒരു ലിമിറ്റഡ് എഡിഷൻ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വിവോ T3 ലൈറ്റ് എന്ന് പറയുന്ന പുതിയൊരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം 4-ാം തീയതി, അതായത് ജൂലൈ 4-ാം തീയതി മുതലാണ് ഇതിന്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9,999 രൂപയ്ക്കാണ്. വിവോയുടെ ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള ഒരു 5G ഫോണാണ് ഇത് എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഡിമെൻസിറ്റി 6300 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റ് ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഈ 6300 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഓർത്ത് വെച്ചോ, ഒരുപാട് ഫോണുകളിൽ ഈ ഒരു ചിപ്സെറ്റ് വെച്ചിട്ട് വരാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വിവോ T3 ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ IQ Z9 ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫോൺ ഈ മാസമല്ല, അടുത്ത മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ വിവോ T3 ലൈറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ, അതായത് അതിൻ്റെ ഒരു IQ വെർഷനാണ്. ഈ പറയുന്ന പോലെ 6300 തന്നെയാണ് അതിലും കൊടുത്തിട്ടുള്ളത്. പ്രൈസും ഏകദേശം ഈ ഒരു 10,000 രൂപ ഒരു റേഞ്ച് തന്നെയായിരിക്കും വരാനായിട്ട് പോകുന്നത്. സോ അത് ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല, എന്തായാലും ജൂലൈ മാസത്തിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. IQ Neo 9S Pro എന്ന് പറയുന്ന ഫോൺ അധികം വൈകാതെ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടീസർ കാര്യങ്ങളൊക്കെ അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. എനിവേ ഈ ഒരു മാസം ഉണ്ടല്ലോ, ഈ മാസം എന്ന് പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും ആഴ്ചകളിലൊക്കെ ആയിട്ട് ഒരുപാട് ഫോണുകൾ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ന്യൂസിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഫോണുകളെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. എനിവേ ഈ ഒരു IQ Neo 9S Pro എന്ന് പറയുന്ന ഫോണിന്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു പ്രീമിയം സെഗ്മെന്റിൽ നിൽക്കുന്ന ഫോണാണ്. സ്നാപ്ഡ്രാഗൺ 8 Gen 3യുടെ ചിപ്സെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഇന്ത്യയിലോട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അടുത്ത മാസം, അതായത് ജൂലൈ മാസത്തിൽ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്ന മോട്ടോറോളയുടെ സൈഡിൽ നിന്നുള്ള മോട്ടോ G85 എന്ന് പറയുന്ന ഫോൺ ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 6S Gen 3 എന്ന് പറയുന്ന പുതിയൊരു ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം 20,000 രൂപയ്ക്ക് താഴെയാണ് ഇന്ത്യയിൽ കേട്ടോ. എനിവേ അങ്ങനെ ഒരു ഫോൺ ഇപ്പോൾ യൂറോപ്യനിൽ വന്നിട്ടുണ്ട്, അടുത്ത മാസം ഇന്ത്യയിൽ വരും. മോട്ടോറോളയുടെ സൈഡിൽ നിന്നുള്ള ഫ്ലിപ്പ് ഫോൺ ആയിട്ടുള്ള Razer 50 Ultra എന്ന് പറയുന്ന ഫോൺ ജൂലൈ 4-ാം തീയതി ആമസോൺ വഴി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ Razer 40 Ultra എന്ന് പറയുന്ന ഫോൺ അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ് ആയി, നല്ല ഫോണായിരുന്നു. പക്ഷേ ഈ ഒരു ഫോൾഡ് ഫ്ലിപ്പ് ഫോണുകൾ ഉണ്ടല്ലോ, അതിന് ഇന്ത്യയിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ആവശ്യക്കാർ വന്നിട്ടില്ല. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ആ ഒരു ഫോണുകളോടുള്ള വിശ്വാസക്കുറവാണ്. കാരണം കംപ്ലൈന്റ് ആവാനുള്ള ഒരു സാധ്യത ഇല്ലേ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. അതേപോലെ അതിൻ്റെ പ്രൈസും, കാരണം ഒരു 75,000 മുകളിൽ അല്ലെങ്കിൽ 1,00,000 മുകളിലൊക്കെയാണ് ആ ഒരു ഫോണുകളുടെ പ്രൈസ് വരുന്നത്. എനിവേ മോട്ടോറോള Razer 50 Ultra എന്ന് പറയുന്ന ഫോൺ 4-ാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8S Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ 3 കളർ വേരിയന്റ് അതിലുണ്ടായിരിക്കും എന്നുള്ള ടീസറും ആമസോണിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. CMF Phone 1 അടുത്ത മാസം, അതായത് ജൂലൈ 8-ാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എവിടെ നോക്കിയാലും ആ ഒരു ഫോണുകളാണ്. മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഇപ്പോൾ പല കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും അവർ അയച്ചു കൊടുത്തിരിക്കുന്ന ഒരു സ്ക്രൂ ഡ്രൈവറാണ്. സോ എല്ലാവരും ഫോണാണ് അയച്ചു കൊടുക്കുക, ഇവിടെ സ്ക്രൂ ഡ്രൈവറാണ്. ആ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചുകൊണ്ട് ഈ ഒരു CMF Phone 1ന്റെ ബാക്ക് കേസ് നമുക്ക് അഴിക്കാം. സ്ക്രൂ ടൈപ്പ് ആണ്, അത് അഴിച്ചുകൊണ്ട് പകരം വേറെ കേസ് വെക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. അതായത് സാധാരണ നമുക്കൊരു എന്താ പറയുക, റീപ്ലേസബിൾ കേസാണ്. പച്ച, മഞ്ഞ, ചുവപ്പ് അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇവർ തന്നെ തരും. അത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത്. എനിവേ എന്തായാലും 7 ദിവസം കൂടിയേ ഉള്ളൂ ഫോൺ വരട്ടെ. ഇതിന്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഓൾറെഡി ലീക്ക് ആയിട്ടുണ്ട്, അതായിരിക്കാം അല്ലായിരിക്കാം. അതേപോലെ ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് 20,000 രൂപയ്ക്ക് താഴെയാണ്. പക്ഷെ ഞാനിതിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നത്തിങ് OS ആണ്. അത് ഏത് വേർഷൻ ഇതിൽ കൊടുക്കും എന്നുള്ളത് അറിയില്ല. ഓപ്പോയുടെ സൈഡിൽ നിന്ന് Reno 12F എന്ന് പറയുന്ന ഒരു ഫോൺ കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊസസ്സർ ഓർമ്മയുണ്ട, Dimensity 6300, ആ ഒരു ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു 12Fലും കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ Oppo AI എന്ന് പറയുന്ന ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഇന്ത്യയിലോട്ട് വരുമില്ല എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും ചൈനയിൽ Oppo Reno 12F എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മൊത്തത്തിലൊരു AI മയാണല്ലോ, എവിടെ നോക്കിയാലും AI ആണ്. ഗാലക്സി AI, Oppo AI, Meta AI നമ്മളുടെ വാട്സാപ്പിൽ അതേപോലെ മെസ്സഞ്ചറിലൊക്കെ വന്നിട്ടുണ്ട്. മുകളിലൊരു പുതിയ റൗണ്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് Meta AI ആണ്. നമുക്ക് എന്ത് വേണമെങ്കിലും അതിനോട് ചോദിക്കാം. ജനറേറ്റീവ് വരെ, അതായത് പുതിയൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അത് വരെ അതിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്ത് തരും. ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാത്തവരാണ് അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. Meta AI ഇപ്പോൾ അവരുടെ എല്ലാ ആപ്ലിക്കേഷനിലും വന്നിട്ടുണ്ട്. അതേപോലെ macOSന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ChatGPT ആപ്ലിക്കേഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. ആൻഡ്രോയിഡിലൊക്കെ ഓൾറെഡി വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ macOSലും ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും.
വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആപ്പിളിന്റെ വിഷൻ പ്രോ ഇപ്പോൾ ചൈന, ഹോങ്കോങ്, ജപ്പാൻ, അതേപോലെ സിംഗപ്പൂർ ഈ രാജ്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അവിടെ നിന്ന് ഇത് വാങ്ങാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ ഈ ഒരു വർഷം ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളത് ഓൾറെഡി നമ്മൾ മുന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ ചൈനയിൽ നിന്നും, ജപ്പാനിൽ നിന്നും, സിംഗപ്പൂരിൽ നിന്നും, ഹോങ്കോങ്ങിൽ നിന്നൊക്കെ ഈ ഒരു വിഷൻ പ്രോ വാങ്ങാനായിട്ട് സാധിക്കും. താല്പര്യമുള്ളവർക്ക് നോക്കാം. അതേപോലെ ജൂലൈ 2 ഓപ്പോ A3 എന്ന് പറയുന്ന ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ചൈനയിലാണ്, ഇന്ത്യയിലോട്ട് വരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഫോണുകൾ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു കൂട്ടത്തിലോട്ടുള്ളതാണ് ഓപ്പോ A3 എന്ന് പറയുന്ന ഫോൺ. ഷവോമിയുടെ സൈഡിൽ നിന്ന് 14T Pro എന്ന് പറയുന്ന ഒരു ഫോൺ അധികം വൈകാതെ ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതിന്റെ പല ഡീറ്റെയിലുകളും അവരുടെ ടെലികമ്മ്യൂണിക്കേഷൻ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. സോ അധികം വൈകാതെ ഈ ഒരു 14T Pro എന്ന് പറയുന്ന ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്യും. ഇന്ത്യയിലോട്ട് ഈ ഫോൺ വരുമോ ഇല്ല എന്നുള്ളതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇനി വരികയാണെങ്കിൽ തന്നെ മിക്കവാറും അതൊരു പോക്കോടെ ഏതെങ്കിലും ഒരു ഫോൺ ആക്കിയിട്ട് റീബ്രാൻഡ് ചെയ്തിട്ട് വരാനുള്ള ഒരു ചാൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. TCL എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് 50 സീരീസിൽ 4 ഫോണുകൾ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് എവിടെയാണ് ലോഞ്ച് ചെയ്തത്, ഇത് ഏത് രാജ്യത്താണ് ഇതിന്റെ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊന്നും എനിക്ക് നോക്കിയിട്ട് കിട്ടിയില്ല. எனவே ഇതിന്റെ ഡോളറിലുള്ള പ്രൈസ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 4 ഫോണുകളാണ് വന്നിട്ടുള്ളത്. വെറൈറ്റി പേരുകളാണ്, നെക്സ്റ്റ് പേപ്പർ അങ്ങനെയൊക്കെയാണ് പേര് വരുന്നത്. പിന്നെ ഇത് ഇന്ത്യയിലോട്ട് വരുമോ, ഏതൊക്കെ രാജ്യങ്ങളിലാണ്, ചൈനയിലാണോ, അമേരിക്കയിലാണോ, എവിടെയാണെന്നുള്ള ഒന്നും കണ്ടില്ല കേട്ടോ. അത്ര നോക്കിയിട്ടും കിട്ടിയില്ല. എനിവേ TCL എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന്, നമ്മൾ ഈ TCL എന്ന് പറയുന്ന കമ്പനി TV-യിലാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. എന്തായാലും അവരുടെ 50 സീരീസിൽ 4 ഫോണുകൾ വന്നിട്ടുണ്ട്. OnePlus Ace 3 Pro എന്ന് പറയുന്ന ഒരു മോഡൽ കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എനിവേ ഈ ഒരു മോഡലായിരിക്കും ഇന്ത്യയിലോട്ട് വരുമ്പോൾ OnePlus 12T എന്ന് റീബ്രാൻഡ് ചെയ്ത് വരാനുള്ള ഒരു ചാൻസ് എന്ന് കേൾക്കുന്നുണ്ട്. ഒരു പ്രീമിയം ലെവലിലുള്ള ഫോൺ തന്നെയാണ്. Snapdragon 8 Gen 3യുടെ ചിപ്സെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ 24 GB റാം, 1 TBയുടെ ഇന്റേണൽ മെമ്മറി ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ സെൽഫി ക്യാമറ ഉണ്ടല്ലോ, അത് 16 മെഗാപിക്സൽ. അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഫുൾ HD, അതും OIS സ്റ്റെബിലിറ്റി കൊടുത്തിട്ടില്ല. എന്തൊക്കെ പ്രീമിയം ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമില്ലേ. Snapdragon 8 Gen 3യുടെ 4K അല്ല 8K വരെ സപ്പോർട്ട് ചെയ്യുന്ന ചിപ്സെറ്റ് ആണ്. എന്നിട്ടും അവിടെ സെൽഫിയിൽ കൊടുത്തിട്ടുള്ളത് ഫുൾ HD. എന്താണ് OnePlus. എനിവേ ആ ഒരു ഇവന്റിൽ തന്നെ OnePlusന്റെ സൈഡിൽ നിന്ന് പാഡ് പ്രോ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് വന്നിട്ടുണ്ട്. അതുകൂടാതെ വാച്ച് 2 ഉണ്ടല്ലോ, അതിന്റെ eSIM വേർഷനും വന്നിട്ടുണ്ട്. പിന്നെ ബഡ്സിന്റെ ഒരു പുതിയ കളർ വേരിയന്റും വന്നിട്ടുണ്ട്. എനിവേ ഇത്രയും പ്രൊഡക്റ്റുകളാണ് കഴിഞ്ഞ ആഴ്ച OnePlusന്റെ സൈഡിൽ നിന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. വിവോ പാഡ് 3 കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Snapdragon 8S Gen 3യുടെ ചിപ്സെറ്റ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പ്രൊഡക്റ്റുകൾ ചൈനയിൽ ഉണ്ടെന്നേ. എനിവേ ഈ ഒരു ടാബ്ലറ്റും ഇന്ത്യയിലോട്ട് വരുമോ ഇല്ല എന്നുള്ളതൊന്നും അറിയില്ല. മിക്കവാറും IQന്റെ ടാബ് ഉണ്ടല്ലോ, ആ ഒരു ടാബാണ് ഇന്ത്യയിലോട്ട് വരാനുള്ള ഒരു ചാൻസ് കാണുന്നത്. പുതിയ ടാബ്ലറ്റ് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അത്രമാത്രം. അതേപോലെ ലെനോവോയുടെ സൈഡിൽ നിന്ന് ടാബ് പ്ലസ് എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റും കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 8 JBLന്റെ സ്പീക്കറുകളാണ് ഈ ഒരു ടാബ്ലറ്റിൽ കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഒരു സ്റ്റാൻഡും ഇതിന് വരുന്നുണ്ട്. നമ്മളെ CID മൂസയിൽ പറഞ്ഞ പോലെ, എൻ്റെ കാറ് തള്ളാനായിട്ട് വേറൊരു തിണ്ടിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ, ഈ ഒരു ടാബ്ലറ്റ് കുത്തി നിർത്താനായിട്ട് വേറൊരു സ്റ്റാൻഡിന്റെ ആവശ്യമില്ല. ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട്. എനിവേ ഇതൊക്കെ ഇന്ത്യയിലായിട്ട് അവൈലബിൾ ആവുമോ ഇല്ല എന്നുള്ളതൊന്നും അറിയില്ല. സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് 3 പുതിയ ക്യാമറ സെൻസറുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ISO CEL ആ ഒരു സീരീസിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഒരു 200 മെഗാപിക്സലിന്റെ ഒരു സെൻസർ ഉണ്ട്. ബാക്കി രണ്ടും 50 മെഗാപിക്സലിന്റെയാണ് കേട്ടോ. ഈ ഒരു 200 മെഗാപിക്സലിന്റെ സെൻസറാണ് വിവോ X100 Ultra ഉണ്ടല്ലോ, ആ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. സോ കിഡ്ലൻ സെൻസറാണ്. എന്തായാലും ഈ സെൻസറുകൾ വെച്ചിട്ട് ഏതൊക്കെ ഫോണുകളാണ് വരാൻ പോകുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ലൈനപ്പ് എന്നുള്ളതൊന്നും പുറത്ത് വന്നിട്ടില്ല. പുതിയ 3 സെൻസറുകൾ സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ അവസാന ന്യൂസ്, 3D ഡിസ്പ്ലേ ആയിട്ട് ഒരു സ്മാർട്ട് ഫോൺ വരാനായിട്ട് പോവുകയാണ്. ZTE എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ഇന്ത്യയിലില്ല, പുറത്താണ്, ചൈനീസ് മാർക്കറ്റിലാണ്, അതേപോലെ അമേരിക്കൻ മാർക്കറ്റിലൊക്കെയാണ് അത് ഉള്ളത്. ഈ ഒരു ZTE Voyage 3D സ്മാർട്ട് ഫോൺ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. നമുക്ക് അഡീഷണൽ ഒരു 3D ഗ്ലാസ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫോണിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു 3D എക്സ്പീരിയൻസ് കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. ഇനി എത്രത്തോളം സക്സസ് ആവും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും. എന്തായാലും ഒരു 3D ഗ്ലാസോട് കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ 3D ഡിസ്പ്ലേയോട് കൂടിയിട്ടുള്ള ഒരു ഫോൺ ZTE പുറത്തിറക്കാനായിട്ട് പോവുകയാണ്. ഇനി അതൊക്കെ തന്നെയായിരിക്കും ടെക്നോളജി എന്ന് പറയുന്നത്. 3D, മറ്റേ റൊട്ടേറ്റിംഗ് ഡയൽ, AI. ഓക്കെ, പോട്ടെ. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി തപ്പിപ്പിടിച്ച ന്യൂസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി സൺഡേ ആശംസിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. വേറെന്താ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Xiaomi Redmi Note 30 Proയുടെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, ബൈ.